Hi everyone. Today's video is about simple present tense. എപ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ റൂൾസ്, അതുപോലെ തന്നെ സ്ട്രക്ചർ എന്താണ്, വിത്ത് എക്സാമ്പിൾസ് വി ആർ ഗോയിങ് ടു ലേൺ വിത്തിൻ 5 minutes. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ, ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചിരിക്കണം. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡെയിലി എന്താണ് ചെയ്യുന്നത്? ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ നമുക്ക് പൊതുവേ ഉള്ള ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചാൽ ഐ ആം ഗോയിങ് ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി മാറി. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എന്താണ്? ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അതുപോലെ തന്നെ ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്, ഐ ഗോ ടു ജിം ഇൻ ദി ഈവനിങ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനാണ് പറയുന്നത്. അതുപോലെ തന്നെ സം ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു ട്രൂത്താണ്, ഫിക്സഡ് ട്രൂത്താണത്. ഇപ്പോൾ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, കാറ്റ്സ് ആർ ആനിമൽസ്, എ വീക്ക് ഹാസ് 7 days. ഇതൊക്കെ ഫാക്ട്സ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ING ചേർത്തിട്ടൊന്നും പറയരുത്. അതോടെ സിമ്പിൾ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് പറയണം കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ്. ഷീ പ്ലേസ് ടെന്നീസ്, they play cricket, he goes to school. നമ്മൾ ഈ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഐ വി യു ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ബേസ് ഫോം ഓഫ് ദ വെർബ്. ഗോ, റൈറ്റ്, സിറ്റ്, സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള ബേസ് ഫോം. ഹീ, ഷീ, ഇറ്റ്. ആ സബ്ജക്റ്റ് ഷീറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ യെസ് ഫോമും കൂടി അതിൻ്റെ കൂടെ ചേർക്കും. ഷീ ഗോസ്, ഹീ സിറ്റ്സ്, ഇറ്റ് ഫ്ലൈസ്, ഷീ ഈറ്റ്സ് മാംഗോസ്, രവി റൺസ് ഫാസ്റ്റർ ദാൻ ഹിസ് ബ്രദർ, ദേ വാച്ച് TV, ഹീ വാച്ചസ് എ മൂവി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ IS ആണോ ES ആണോ എന്നൊന്നും ആലോചിക്കുന്നില്ല. സ്പീക്കിംഗ് ഈസ് വെരി ഈസി ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻ, ഇറ്റ്സ് എവറി ഡേ ഹാപ്പനിങ്, ഫാക്ട്സ്, ഇതിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്? ജസ്റ്റ് ആഡ് നോട്ട് വിത്ത് ദിസ്. ഐ ഡു നോട്ട് കെയർ അബൌട്ട് യു, ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇത് തന്നെയാണ്. അതായത് സബ്ജക്റ്റ് ഐ വി യു ദേ വരുമ്പോൾ ബേസ് ഫോം ഓഫ് ദ വേർബ്, ഹീ ഷീ ഇറ്റ് വരുമ്പോൾ എസ് ഫോം ഓഫ് ദ വേർബ് ടു ബി യൂസ്ഡ്. നെഗറ്റീവ് സെൻറ്റൻസ് ബൈ ആഡിങ് നോട്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഇതിൽ? സോ ഇവിടെ ഡു ഓർ ഡസ് ടു ബി യൂസ്ഡ്. ഡു ഓർ ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഐ വി യു ദേ ഡു, ഹീ ഷീ ഇറ്റ് ഡസ്. ഡസ് ഷീ ലൈക്ക് കോഫി? ഡസ് ഷീ ലൈക്ക്. അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഡസ് കഴിഞ്ഞിട്ട് പിന്നെയും ലൈക്സ് എന്ന് ചേർക്കരുത്. ഡു ദേ ഈറ്റ് മാംഗോസ്? ഡസ് ഹീ പ്ലേ വെൽ? സോ ഡസ് ഹീ പ്ലേസ് അങ്ങനെ ചേർക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഡസ് എന്ന് പറയുമ്പോൾ ഡസിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വേർബ്, ഡൂന് ശേഷം ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ചേർക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സംസാരിക്കുമ്പോൾ തെറ്റിക്കരുത്. ഡസ് ഷീ പ്ലേസ് ഫുട്ബോൾ അങ്ങനെ പറയരുത്. ഡസ് ഷീ പ്ലേ ഫുട്ബോൾ അങ്ങനെ കറക്റ്റായിട്ട് പറയണം. ഇത്രയൊക്കെ ഉള്ളൂ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ പ്ലീസ് watch this video and more videos will be coming up. So learn English together. Thank you so much.